കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? ഓ ആയിക്കോട്ടെ.是的，我非常喜欢吃蠕虫，是干净的。蛇、蝎子、蚂蚁、蜈蚣，还有很多都非常好吃。ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്താ പറഞ്ഞത്? അതായത് മലയാളി കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അവക്ക് കാണാപ്പാടാ. സഖാക്കൾ AKG, EMS, കൃഷ്ണപിള്ള, നായനാര് ഇവരൊക്കെ ഇവളുടെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന്. It is. Oh, you know Achyutanandan. Opposition. You know Pinarayi. ഈ എനിമീസ് വിചാരിക്കുന്നത് പോലെ അവര് തമ്മിൽ നോ പ്രോബ്ലം, ഗുഡ് ഫ്രണ്ട്സ്. നോ പ്രോബ്ലം. No problem, good friends. Good friends. Trying to fool me? Sorry, madam. No rent, no room. Get lost. Go. What? No room? No cry. Come. ഇതൊരു ചൈനക്കാരിയാണ്. വാടക കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഇറക്കി വിട്ടു. മായ വിചാരിച്ചാൽ ഇവൾക്കൊരു താമസ സ്ഥലം. മായയുടെ അച്ഛൻ ബാലന്മാഷ് വലത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് റഷ്യയോടായിരിക്കും കൂടുതൽ ചായ്വ് എന്നറിയാം. എന്നാലും ചൈനയും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് ഓർക്കണം. മുകുന്ദേട്ടനും ഈ ചൈനക്കാരിയും തമ്മിൽ എന്താ ബന്ധം? അത് പുരാതന കാലം മുതൽ ചൈനയും കേരളവുമായിട്ട് ബന്ധമുണ്ടല്ലോ. ചീനച്ചട്ടി, ചീനവല. അതുകൊണ്ടൊന്നുമില്ല, ഒന്ന് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. തൽക്കാലം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഈ കുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ. ആ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബാലമാഷ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ്, ഡോക്ടർ മായ, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വാടക ഇത്തിരി കൂടുതലാ. വാടക എത്രയായാലും ഞാൻ തരും. ആദ്യ കുട്ടിയെ സംഗതികൾ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കൂ. വേറെ ആരുമില്ല ഇവൾക്ക്. 你叫什么名字？署名。别再出门，我给你找住的地方，没关系。木棍灯会付钱的。真的吗？真的吗？谢谢。痴痴装满爱，痴痴装满爱，痴痴装满爱。അപ്പോ എല്ലാം പറഞ്ഞ പോലെ കടയിൽ ആളില്ല. നമ്മുടെ ചൈനീസ് അകാവ് ഒന്ന് വീണു. ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാനും ഇതാ ഇപ്പോഴൊന്ന് വീണതേ ഉള്ളൂ. ആ കുട്ടി ഇപ്പോഴാണോ വീണത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വീണത്. ഇത് ഇന്നലെയാ. ഓ, രാവിലെ നോക്കിയപ്പോ കുറച്ച് നീര് കണ്ടു. ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാ. കൊഴപ്പൊന്നുമില്ല, ചെറിയ ചതവേ ഉള്ളൂ. ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞങ്ങൾ ആ ക്രീക്കിന്റെ സൈഡിലുള്ള റോഡിലാ. റൂമിലേക്ക് പോകുന്ന വഴി. മുകുന്ദേട്ടനെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഒരു കാര്യം ചെയ്യൂ, അവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഇപ്പൊ വരാം. ഏയ് വേണ്ട, മുകുന്ദേട്ടൻ വരണമെന്നില്ല. വരണമെന്നുണ്ട്, ഞാൻ വരും. എന്തുപറ്റി മൂന്നേട്ടാ? ഭയങ്കര ഒരു ആക്സിഡന്റ്. ഞാൻ ഇപ്പൊ. ആക്സിഡന്റോ? എവിടെ? അതൊക്കെ വന്നിട്ട് പറയാം.
അയ്യോ കൈ എന്താ പറ്റിയത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യു ഫോൾ, ഐ മോർണിംഗ് ഫോൾ, വെരി പെയിൻ. നല്ല വേദന ഉണ്ടോ എന്ന് ചോദിക്കുമായേ. ഞാൻ ഫോണിൽ പറഞ്ഞതല്ലേ പേടിക്കാനൊന്നും ഇല്ലാന്ന്, പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ? ചൈനയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ കേരളത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോ ഇതൊരു ഇന്റർനാഷണൽ ആശങ്കയാണല്ലേ? ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇത്ര ബന്ധം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എന്ത് സ്വപ്നം? അത് വേറൊരു സ്വപ്നം. ഈ വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോരേണ്ടി വന്നതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. എന്ത് വാങ്ങാൻ? അല്ല, ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതൊക്കെയല്ലേ അതിന്റെ മര്യാദ. ഞാൻ പോയി കുറച്ച് ആപ്പിൾ ഓറഞ്ചോ കൊണ്ടുവരാം. അയ്യോ, ഒന്നും വേണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്നിട്ട് മുകുന്ദേട്ടൻ വാങ്ങിച്ചെന്നത് പറയാം. അതായാലും മതി. ഈ നാട്ടിൽ നിന്ന് വേലം വൈദ്യരുടെ പഞ്ചജീരക ഗുണം വരുത്തിച്ചു കൊടുത്താലോ? എന്താ ഉദ്ദേശം? പഞ്ചജീരക ഗുണം വളരെ നല്ലതാണ് ഒടിവിനും ചതവിനും. അതല്ല ഞാൻ ചോദിച്ചത്. വരണ്ടാന്ന് പറഞ്ഞിട്ടും ഓടിക്കതച്ച് വന്നത് എന്തിന്? അത് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, ഞാൻ പറഞ്ഞോളാം. ഞാൻ ആപ്പിൾ വാങ്ങിയിട്ട് വരട്ടെ? ആപ്പിൾ അവിടെ നിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. മുകുന്ദേട്ടന്റെ ഉള്ളിലിരിപ്പ് ഞാൻ ഇവളോട് പറയട്ടെ? അയ്യോ വേണ്ട. പിന്നെ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഞാനത് നേരിട്ട് പറഞ്ഞോളാം. അതാണല്ലോ അതിന്റെ ഒരു സുഖം. മുകുന്ദേട്ടന് ഏത് ഭാഷയല്ല പറയാൻ പോണേ? അത് പിന്നെ അത് പറയാനുള്ള ചൈനീസ് ഭാഷ മായ എനിക്ക് പഠിപ്പിച്ചു തന്നാ മതി. എനിക്ക് ജോലിക്ക് പോകാൻ സമയായി. ഒമൻ സോബ. നമ്പ്യ സാറേ, സിദ്ധാർത്ഥം വന്നിട്ടുണ്ട്. ചിട്ടി നറുക്കെടുക്കാൻ പോവാ, വേഗം വാ. കണ്ടില്ലേ, എന്റെ കോട്ട് ഉണങ്ങിയിട്ടില്ല. ഹോ, ഇവിടെ ആരെ കാണിക്കാനാ സാറേ? വാ, ഈ പ്രാവശ്യം ഭാഗ്യം സാറിനായിരിക്കും. എനിക്കോ ചിട്ടിയോ? അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? അല്ല, ആരിത്? ഇക്കണ്ട കാലം കൂടെ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ പാവം കോട്ടോടൊക്കെ കണ്ണീർ വാർക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ പിരിഞ്ഞിരിക്കണത്. സിവിഷേ, നറുക്ക് നീ എടുക്ക്. എന്റെ നറുക്കെന്നെ എടുക്കണ മോനെ. മൂന്നാമത്തോളുടെ പുയ്യാപ്പിളൊക്കെ അറിയൊരുക്കാൻ ഫ്രിഡ്ജും ടിവിയും ഫോറിൻ തന്നെ വേണമെന്നാ ഡിമാൻഡ്. കൂട്ടത്തിൽ ഇത്തിരി നിറം കുറവുള്ള കുട്ടിയാണേ. ഫ്രിഡ്ജും ടിവിയും ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. നറുക്ക് എനിക്ക് വീണാൽ 2ാം നിലയുടെ റൂഫ് വാർത്ത് വീട് അങ്ങ് ഫിനിഷ് ചെയ്യായിരുന്നു. ഈശ്വര, കണ്ടോ ആരാണോ ഭാഗ്യവാൻ? ആർക്കാ? മുകുന്ദേട്ടനാ. നന്നായി. കൂട്ടത്തിൽ അത്യാവശ്യേ മൂന്നിന് തന്നെയാ. ബാങ്കിലെ കടം പകുതി മുക്കാലും വീട്ടാം. ഇതുവരെ അയച്ചത് മുഴുവൻ പലിശയായിട്ട് പോയി. അപ്പൊ കാശ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പിരിച്ചെത്തിക്കാം. ഇക്ക വെറുതെ ബേജാറാവണ്ട. നിക്കായ് കമ്പനിയുടെ പുതിയ ഷോറൂമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ നമുക്ക് ടിവിയാ ഫ്രിഡ്ജാ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി ഫോറിനില്ലാതെ പോയി അവിടെ പിണങ്ങണ്ട. മുകുന്ദൻ. എന്തുകൊണ്ടൻ? മുകുന്ദൻ. മുകുന്ദൻ ഗോ. ഹലോ. റൂം ക്ലീനിങ് എവറി ഡേ. man. This cleaning Mukundan. Cleaning water, soapbody, chule, cleaning Mukundan. 什么？ ഏത് ഷൺമു? 什么？ ആ ഷൺമു കഴിഞ്ഞ മാസം ലീവിന് പോയല്ലോ, ഡിസംബറിൽ. മുകുന്ദൻ. ഓയ് എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പറച്ചോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? മുകുന്ദൻ നോക്കാം, നോക്കാം. You go and Mukundan come, you come. Allah, രക്ഷപ്പെട്ടു. ഓ പടച്ചോനെ,
ഈ ചീനച്ചട്ടി എന്നെയും കൊണ്ട് പോകുന്ന തോന്നുന്ന ഇനിയും വല്ല സംശയം ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. മുകുന്ദൻ നീയായിരുന്നല്ലേ? ഇന്നേ റൂം ക്ലീനിങ് മുകുന്ദന്റെ ഡ്യൂട്ടിയാ. അവൻ വരാൻ കുറച്ച് വൈകും. അത് നീ ഈ ചീനച്ചട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്.我们家打电话说我妈妈生病了，我必须马上回去。可是我没有机票钱，过来看看木空蛋。കരിമുക്ക ഫോൺ എടുത്ത് മുന്തട്ടിരുന്ന് വിളിച്ചേ.